ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനത്തിൽപ്പെട്ട കുടക് വനത്തോട് ചേർന്നുകിടക്കുന്ന പ്രകൃതി രമണീയങ്ങളായ മലനിരകളാണ് കാഞ്ഞിരക്കൊല്ലിയും പരിസര പ്രദേശങ്ങളും. കുടിയേറ്റം നടന്നിട്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും വേണ്ടത്ര വികസനം എത്തിച്ചേരാത്ത പ്രദേശമാണിവിടം. ആയിരത്തി 1967 വരെ കാഞ്ഞിരക്കൊല്ലി പ്രദേശത്ത് മരപ്പണിക്കും എസ്റ്റേറ്റ് പണിക്കുമായി വന്നവരൊഴികെ സ്ഥിരതാമസക്കാർ ആരുമുണ്ടായിരുന്നില്ല. കാഞ്ഞിരക്കൊല്ലിയിലെ മേക്കാട്ടും തട്ടിൽ കൊട്ടാടിക്കുന്നൽ തോമസ്, മേപ്രത്ത് ജോസഫ്, മോടിയിൽ ചാക്കോ എന്നിവർ കാരിക്കാട്ടിടം നായരോട് സ്ഥലം വാങ്ങി താമസമാക്കി. 1967 മുതൽ കുടിയേറ്റം നടന്നുവെങ്കിലും കാഞ്ഞിരക്കൊല്ലി പ്രദേശത്തുള്ളവർ ആത്മീയ കാര്യങ്ങൾ നടത്തി വന്നത് ചന്ദനക്കാമ്പാറ പള്ളിയിലാണ്. ശ്രീ പരത്തനാൽ ചാക്കോ സംഭാവന ചെയ്ത കാഞ്ഞിരക്കൊല്ലിയിലുള്ള 1 ഏക്കർ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് മാസത്തിൽ 1 ഞായറാഴ്ച ദിവ്യബലി അർപ്പിക്കുവാൻ ആരംഭിച്ചു. 1983 ഫെബ്രുവരി 13 കാഞ്ഞിരക്കൊല്ലിയെ സ്വതന്ത്ര ഇടവകയായി ഉയർത്തുകയും ബഹുമാനപ്പെട്ട ജോസ് മഞ്ചമ്പള്ളിൽ അച്ഛനെ ആദ്യത്തെ വികാരിയായി നിയമിക്കുകയും ചെയ്തു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്ന ഈ പ്രദേശം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടുന്നു. ദൈവമാതാവേ തിരുസുതന്റെ അമ്മേ കരുണയേകും തായേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞാൻ ഈ കാഞ്ഞിരക്കൊല്ലിയിൽ വന്നതിന് ശേഷം എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഒത്തിരിയേറെ സ്നേഹമുള്ള പൗരോഹിത്യത്തെ ഒരുപാട് ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളുടെ സാന്നിധ്യം തന്നെയാണ്. ഇവിടെ ഒരുപാട് സഭാസ്നേഹികളായ സമൂഹസ്നേഹികളായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും നാളുകളായി ഈ സ്ഥാനം അലങ്കരിച്ചിരുന്ന മുൻ വികാരിമാരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്ന ഒരുപാട് ഇവിടെ കാണുന്ന ഒരുപാട് നേട്ടങ്ങൾക്ക് പിന്നിൽ. ഇത്തരത്തിൽ ഈ ഇടവകയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കാഞ്ഞിരക്കൊല്ലി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പത്രങ്ങളിലെല്ലാം കാഞ്ഞിരക്കൊല്ലിയുടെ സ്ഥാനം വളരെ മുന്നിലാണ്. നാനാജാതി മതസ്ഥരും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സൂക്ഷിക്കുന്ന കണ്ടിട്ടുള്ള വളരെ വിരളമായ സ്ഥലങ്ങളിലൊന്നാണ് കാഞ്ഞിരക്കൊല്ലി. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാമത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ദേവാലയം കാഞ്ഞിരക്കൊല്ലിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ തിരുശേഷിപ്പ്, പിതാവിൻ്റെ ഒരു തുള്ളി ബ്ലഡ് പോളണ്ടിലെ ക്രാക്കോവിയ രൂപതയിലേക്ക് അഭിനന്ദ പിതാവ് പ്രത്യേകം ശുപാർശ ചെയ്ത് എഴുതുകയും അങ്ങനെ അവിടുത്തെ കർദിനാൾ പ്രത്യേകമായിട്ട് തൻ്റെ കത്തോടുകൂടെ ആ തിരുശേഷിപ്പ് അയച്ചു തരികയും ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, ഈ തിരുശേഷിപ്പ് ലഭിച്ചതിന് പിന്നിൽ കാഞ്ഞിരക്കൊല്ലിയിൽ ദൈവജനത്തിൻ്റെ വലിയ പ്രാർത്ഥനയുണ്ട്. 21 ദിവസം ഞങ്ങൾ തുടർച്ചയായിട്ട് ആരാധന നടത്തി. അങ്ങനെ ഈ ആരാധന ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചു. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തിരുശേഷിപ്പ് കിട്ടിയത്. മറ്റൊരു പ്രത്യേകത, ഈ കാഞ്ഞിരക്കൊല്ലിൽ മറ്റൊരു പ്രത്യേകത ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, മനോഹരമായ ഇവിടുത്തെ പ്രദേശമാണ്. നല്ല പ്രദേശം. മാതാവിൻ്റെ മരിയൻ ജപമാല തീർത്ഥാടനം, പ്രത്യേകിച്ച് മാതാവിനെ ഓരോ വാർഡുകളിൽ ഒരു ഭവനം തിരഞ്ഞെടുത്ത് മാതാവിനെ അവിടെ, മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്, വിമലാംബിക ദേവാലയമാണ്. ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി മാതാവിനെ അവിടെ വെച്ച്, വീട്ടിൽ വെച്ച് ആ വാർഡിലെ എല്ലാ അംഗങ്ങളും വന്ന് 24 മണിക്കൂർ മുടങ്ങാതെ ജപമാല ചൊല്ലി 10 ദിവസം ഇടവക മുഴുവനും, ഇടവകയിലെ എല്ലാ വാർഡുകളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമെത്തി എല്ലാ വാർഡുകളും വന്ന് പ്രാർത്ഥിക്കുന്ന മരിയ ഭക്തി വളരെയധികമുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്കിവിടെ അനുഭവപ്പെടുക. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസം ശനിയാഴ്ച ദേവാലയത്തിലാണ് ജപമാല. ഇടവകങ്ങളെല്ലാവരും ദേവാലയത്തിൽ വരുന്നു. അവരൊന്നു ചേർന്ന് അവരുടെ ആത്മീയ ഭവനമായ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ഒരാഴ്ചക്കാലം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായിട്ടും വന്നുപോയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തി, ഞായറാഴ്ചത്തേക്കുള്ള കുമ്പസാരം നടത്തി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു പതിവ് എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു കാര്യമാണ്. എല്ലാ ഭക്ത സംഘടനകളും വളരെ സജീവമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ഇടവകയാണ് കാഞ്ഞിരക്കൊല്ലി ഇടവക. പള്ളിക്ക് സ്കൂളുണ്ട്, ഖാദർ ഹാജി മെമ്മോറിയൽ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പേര് തന്നെയാണ്. നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ ഒരേ മനസ്സോടുകൂടെ നീങ്ങുന്ന ഒരു നാടാണ് കാഞ്ഞിരക്കൊല്ലി. ഞങ്ങൾക്ക് പ്രത്യേകം സഹായം ചെയ്യുന്ന ചിറ്റാരിക്കാൽ ഇടവകാംഗമായിട്ടുള്ള തോമസ് കപ്പ്യാങ്കൽ ബ്രദർ, പ്രത്യേകം ബ്രദറിൻ്റെ സഹായമുണ്ട്. കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിൽ വളരെ അധികം വർഷങ്ങൾ പരിചയമുള്ള ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇടവക അജപാലന സമിതി 10 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്, അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് ഇവിടെ. കാഞ്ഞിരക്കൊല്ലിയുടെ ഈ ആത്മീയ പൈതൃകത്തിലേക്ക് പരിശുദ്ധ വിമലാംബികയുടെ ഈ സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പുഞ്ചിരി തൂകി
കാഞ്ഞിരക്കൊല്ലി വിമലാംബിക ദേവാലയത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സംഘടനകളും അതുപോലെ തന്നെ ഭക്തസംഘടനകളും സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയവും ഭൗതികവുമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വികാരിച്ചന്മാരാണ് കൂടുതലായിട്ട് നേതൃത്വം. എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് വിവിധങ്ങളായ പരിപാടികളെ ആഘോഷിച്ചു വരുന്നു. കാഞ്ഞിരക്കൊല്ലി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കേരള ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ DTPCയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കൊല്ലിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കാഞ്ഞിരക്കൊല്ലിയിൽ വരുന്നവർക്ക് കാഴ്ചകൾ വളരെ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാനുണ്ട്. ഈ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ശശിപ്പാറ, വെള്ളച്ചാട്ടം, മാളികപ്പാറ, ഹനുമാൻപാറ, മുക്കുഴിപ്പാറ, കൽമതപ്പാറ എന്നിങ്ങനെ പാറകളുടെ തന്നെയൊരു സ്ഥലമാണ്. എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും നല്ല കാഴ്ചകളാണ് കാണുവാനുള്ളത്. അതുപോലെ തന്നെ ഉടുമ്പൻ പുഴയിൽ ചെന്ന് കുളിക്കാനും എല്ലാ കാര്യങ്ങളും നടത്തുവാനും, പിന്നെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഹനുമാൻപാറയും ശശിപ്പാറയും വെള്ളച്ചാട്ടവുമാണ്. വരുന്നവരെല്ലാവരും പോയി കാണുന്ന പ്രദേശങ്ങളാണിത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവധി ദിവസങ്ങളിലെല്ലാം ജനങ്ങൾ ഒഴുകി എത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കാഞ്ഞിരക്കൊല്ലി മാറിയിരിക്കുകയാണ്. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, മക്കൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, മക്കൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിലെ കല്യാണ വിരുന്നിൽ മക്കൾക്കായി പ്രവർത്തിച്ച മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ മക്കൾക്കായി പ്രവർത്തിച്ച മാതാവേ, വീഞ്ഞില്ല തോൽക്കുടങ്ങളിൽ സ്നേഹത്തിൻ മധുരം നിറയ്ക്കണമേ. വീഞ്ഞില്ലാത്തോൽക്കുടങ്ങളിൽ സ്നേഹത്തിൻ മധുരം നിറയ്ക്കണമേ. പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
കാൽവരിയിൽ കരുണ നിറഞ്ഞ മനസാൽ രക്തം വിയർത്തവളെ, കാൽവരിയിൽ കരുണ നിറഞ്ഞ മനസാൽ രക്തം വിയർത്തവളെ, സ്നേഹത്തണലിൽ തലോടലായി അമ്മേ ഇന്നും വരേണമേ, സ്നേഹത്തണലിൽ തലോടലായി അമ്മേ ഇന്നും വരേണമേ. പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ, തിരുസുതന്റെ അമ്മേ, കരുണയേകും തായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മാതാവേ, പാപികൾക്കാലംബമേ, നിൻ സുതൻ തുണയേകുവാൻ പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ എന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾ വന്ന കാലത്ത് ഇവിടെ ആന, കാട്ടാന, കാട്ടുപോത്ത്, പുലി, കടുവ, അങ്ങനെ എല്ലാ മൃഗങ്ങളും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഞാനും ഒരു പണിക്കാരനും മാത്രമാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ വീട്ടുകാർ കുടുംബമായിട്ട് ആരും വന്നിട്ടില്ല. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ആൾക്കാർ, എൻ്റെ ചാച്ചനും അമ്മയും ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും കൂടെ ഇവിടെ വരുന്നത്. അങ്ങനെ 70 കാലത്തിൽ ഇവിടെ കുടിയേറ്റം നടക്കുമ്പോൾ അന്നേ കാലത്ത് എനിക്ക് കൊട്ടാടിക്കവല, എൻ്റെ വീട്ടുപേര് കൊട്ടാടിക്കുന്നതായതുകൊണ്ട് കൊട്ടാടിക്കവല എന്ന് ആ സ്ഥലത്തിന് പേര് വന്നു. എനിക്ക് ഒരു ചായക്കട, ചെറിയൊരു പലചരക്കട എല്ലാം കൂടെ ഞാൻ അവിടെ തുടങ്ങുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് എല്ലാ ആൾക്കാർ ചന്ദനക്കാമ്പാറയ്ക്ക് പോകണം. എന്ത് സാധനം, ഉപ്പ് വേണമെങ്കിൽ ചന്ദനക്കാമ്പാറ പോകണം. അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ 99% ആൾക്കാരും എൻ്റെ കടയിൽ വന്ന് ചായ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആന, ഇവിടുത്തെ ആന നാടിൻ്റെ ആനയെ പോലെയുള്ള ശല്യമൊന്നുമില്ല. കാരണം മനുഷ്യനെ കണ്ട അത്യാവശ്യം മാറിയാൽ മതി. വലിയ ശല്യമൊന്നും അന്നത്തെ കാലത്ത് ആനയ്ക്കില്ലായിരുന്നു. ആനയെല്ലാം വന്നാൽ നമുക്ക് ഒഴിഞ്ഞു മാറായിരുന്നു. അന്ന് രോഗങ്ങൾ വരുമ്പോൾ കസേറ 2 തടി 2 സൈഡിൽ 2 കമ്പ് വെച്ച് കെട്ടിയിട്ട് ആ കമ്പിൽ 4 പേര് കൂടി എടുത്ത് ആന തടി വലിച്ച ചാലുണ്ട്. ആ ചാല് വഴിയാണ് ഞങ്ങൾ മണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുക. അവിടുന്ന് അന്നത്തെ കാലത്ത് ഒരു ജീപ്പുണ്ട്, ഒരു പെട്രോൾ വണ്ടി. ആ പെട്രോൾ വണ്ടിക്ക് കയറ്റി ഇരിട്ടിക്ക് ഇപ്പുറത്ത് ചികിത്സയില്ല. ഇരിട്ടി പോയാൽ തൽക്കാലമുള്ള ചികിത്സയൊക്കെ കിട്ടും, ചെറിയ ചികിത്സകൾ വരും. അതാണ് അന്നത്തെ കാലത്ത് യാത്ര. ആനത്താര വഴിയാണ് ഞങ്ങൾ അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്തെ വീടുകളെന്ന് പറഞ്ഞാൽ 4 തൂണ് നാടുന്നു, അതേലോട്ട് ഇഴ വെക്കുന്നു, വരിയൊക്കെ വെച്ച് കെട്ടിയിട്ട് കച്ചി കൊണ്ട നമ്പീശം പുല്ലെന്ന് പറഞ്ഞൊരു സൈസ് പുല്ലുണ്ട്. ആ പുല്ല് മേഞ്ഞു, അതുകൊണ്ട് മേയുന്നു. എന്നിട്ട് അങ്ങനെയാണ് അന്ന് ഷെഡുണ്ടാക്കുന്നത്. ആ ഷെഡിലാണ് അന്ന് താമസിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യ കൊല്ലം കിട്ടിയ നെല്ലുകളൊക്കെ സംഭരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുള വെട്ടിയിട്ട് മുള കൊത്തി തൈതലാക്കുക എന്നാണ് ഞങ്ങളിവിടെ പറയുക. തൈതലാക്കിയിട്ട് വാരി വെച്ച് കെട്ടി മുള വലിയ 10,000 പോലെ അടിച്ച് കെട്ടി 10,000 സേർ നെല്ല്. ഞാൻ ആദ്യത്തെ കൊല്ലം 10,000 സേർ നെല്ല് ഇവിടെ സൂക്ഷിച്ചത് ഇങ്ങനെയുള്ള മുള കൊണ്ടുള്ള 10,000 ഒറ്റ 10,000 10,000 സേർ നെല്ല് സൂക്ഷിച്ച കാലങ്ങളുണ്ട്. മനസരോവര മന്ത്രണ ചെപ്പ് തുറന്ന്
പറഞ്ഞിടാം, ഒന്നായി പാടിടാം, ഒന്നിച്ചു പാടിടാം.